സ്നേഹം കൊണ്ടാണ് അവരെ ഇങ്ങനെ കിടന്ന് ചീത്ത പിടിക്കുന്നത് സാറേ. മനസ്സിലായ സുഹൃത്തെ, ഇത് ചെയ്യേണ്ട രീതി സാറേ. ഇന്നും പെണ്ണുങ്ങളെ കിടക്കാം ഒരു പിള്ളേര് ഒന്നും കഴിച്ചിട്ടില്ല, ആരും കഴിച്ചിട്ടില്ല. എന്റെ പേര് അക്ഷയ്. സ്മാർട്ടില് ലുലുവില് വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ്. ഇവര് പറഞ്ഞത് ഇടിവണ്ടിയിൽ കൊണ്ടുപോയി തൂക്കി കൊല്ലും, അടിക്കും എന്നൊക്കെയാണ്. അങ്ങനെ തന്നെ പറയും. ഫേസ്ബുക്ക് കിട്ടോ? വേണ്ട, നിങ്ങളുടെ ഇൻസ്റ്റ ഐ ഡി കിട്ടോ. ഇൻസ്റ്റയില് നമ്മുടെ MD കാണിക്കും. അപ്പൊ ഈ 2 പോലീസുകാര് കളമശ്ശേരിയിൽ ഇന്നലെ വിളിച്ചിട്ട് ഞാൻ സ്മാർട്ടില് സാലറി കിട്ടുന്നില്ല, അഡ്വാൻസ് കിട്ടുന്നില്ല, അതേപോലെ ഫുഡ് കിട്ടുന്നില്ല. ഒരു പെണ്ണും ആണും, ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി പെട്ടെടുക്കാന്ന് പറഞ്ഞപ്പോ ഇവര് പറയാണ് രാവിലെ ഞങ്ങളെ പിടിച്ചു വെച്ചപ്പോന്ന് പറഞ്ഞപ്പോ ഞങ്ങളെ രാവിലെ പറയാണ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് എഴുതി കൊടുക്കണം. ഞങ്ങളെ ഇന്നലെ കൊന്നിരുന്നെങ്കിൽ എന്ത് തീരുമാനം ഉണ്ടാവുമായിരുന്നു? എന്റെ ഫാമിലിക്ക് നിങ്ങൾ കൊടുക്കുവോ? നിങ്ങൾക്കും ഇല്ലേ മക്കളും മരുമക്കളൊക്കെ? മക്കളും ഈ പൈസ കൊണ്ട് തന്നെയല്ലേ തിന്നുന്നത്. ഞങ്ങൾ നികുതി അടക്കുന്ന പൈസ കൊണ്ട് തന്നെയല്ലേ സാറുമാർ ഭക്ഷണം കഴിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ വാങ്ങി തിന്നുന്നില്ലേ? നിങ്ങളുടെ സർവീസ് ആണ്, സർവൻസ് ആണ്, ജനങ്ങളുടെ സർവൻസ് ആണ്. മദ്യം കഴിച്ചോണ്ട് ഞങ്ങൾ കിടക്കുന്ന പ്രോപ്പർട്ടിയിൽ വന്നാണ് സാർ. എന്തുകൊണ്ട് ഹിന്ദിക്കാരെ വിളിച്ചില്ല? എന്തുകൊണ്ട് ഹിന്ദിക്കാരെ വിളിച്ചില്ല? അല്ല സാർ, ഹിന്ദിക്കാരെ എന്തുകൊണ്ട് വിളിച്ചില്ല? ഹിന്ദിക്കാരെ വിളിച്ചില്ല. ഞങ്ങളുടെ ID കാർഡ് മാത്രം ചോദിച്ചിട്ട് ആസാമിലെ 21 സ്റ്റാഫിനെ എന്തുകൊണ്ട് വിളിച്ചില്ല? ഞാൻ പറയുന്ന ഈ ഊതിക്കുന്ന മീറ്റർ ഓടി ഞങ്ങളെല്ലാവരും കൊച്ചിയിൽ പോലീസുകാർക്ക് നേരെയുള്ള ലഹരി സംഘങ്ങളുടെ അഴിഞ്ഞാട്ടമാണിപ്പോൾ കണ്ടത്. തൃക്കാക്കര CA ഉൾപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയായിരുന്നു യുവാക്കളുടെ ആക്രമണം. CAയുടെ കൈക്ക് പൊട്ടലുണ്ടായി. തൃക്കാക്കര ഉണിച്ചിറയിലെ വാടക വീട്ടിൽ ലഹരി ഉപയോഗിച്ച് പ്രശ്നമുണ്ടാക്കിയ യുവാക്കളെ കസ്റ്റഡിയിലെടുക്കാനാണ് പോലീസ് എത്തിയത്. കേസിൽ 5 പ്രതികളെ പോലീസ് പിടികൂടി. നഗരത്തിലെ മാളിലെ ജീവനക്കാരാണ് പ്രതികൾ. പോലീസിന് നേരെ ആക്രോശിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, നമ്മുടെ നാട്ടിലിപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കാരണം വലിയ ആശങ്കപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. കാരണം പോലീസുകാർക്ക് പോലും തൊഴിലെടുക്കാൻ കഴിയാത്ത രീതിയിൽ ലഹരി സംഘങ്ങൾ ഭീകരാന്തരം സൃഷ്ടിക്കുന്നു. പോലീസ് വാഹനത്തിന് നേരെ ആക്രമണം നടത്തുന്നു. പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിക്കുന്നു. ഇത് എപ്പോഴായിരുന്നു സംഭവം? പോലീസിൻ്റെ നടപടി എങ്ങനെയാണ്? കഴിഞ്ഞ രാത്രിയാണ് സംഭവം. പോലീസ് ഈ ഫ്ലാറ്റിലെ, അതായത് അവിടുത്തെ ഒരു ബിസ്മി ഗാർഡൻ അപ്പാർട്ട്മെന്റിലെ കെയർ ടേക്കർ വിളിച്ച ശേഷമാണ് പോലീസ് അവിടെ എത്തുന്നത്. സംഭവ സ്ഥലത്ത് എത്തുന്നത് തന്നെ നേരത്തെ തന്നെ ഈ 5 യുവാക്കൾ അപ്പാർട്ട്മെന്റിൽ ഇതുപോലെ മദ്യലഹരിയിൽ വലിയ ബഹളം ഉണ്ടാക്കുകയും ആൾക്കാർക്ക് സ്വസ്ഥത നൽകാത്ത രീതിയിലുള്ള ബഹളം ഉണ്ടാക്കുകയും അയൽക്കാരൊക്കെ അതിൽ പരാതിപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. അതിനുശേഷം ഈ ബഹളം മൂർച്ഛിച്ചതോടു കൂടിയാണ് കെയർ ടേക്കർ പോലീസിനെ വിളിക്കുന്നത്. അതിനുശേഷം പോലീസ് എത്തിയ ശേഷം പോലീസിനോടുള്ള രീതിയാണ് നമ്മളിപ്പോൾ കണ്ടത്. അതിനുശേഷം പോലീസ് ഇതിൽ ഇടപെടുകയും ചെയ്തിരുന്നു. ഇടപെട്ടതിനെ തുടർന്നാണ് ഈ തൃക്കാക്കര CIയുടെ കൈക്ക് പരിക്കേറ്റത്. കൈക്ക് പൊട്ടലുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണ്. എന്തായാലും ഈ ലുലു മാളിലെ സെക്യൂരിറ്റി ജീവനക്കാരാണ് ഈ 5 യുവാക്കൾ എന്നാണ് അറിയുന്നത്. അവര് ലുലു മാളിലെ സെക്യൂരിറ്റി ജീവനക്കാർ എന്ന് പറയുമ്പോൾ സ്മാർട്ട് സെക്യൂരിറ്റി ഏജൻസിയിലെ ജീവനക്കാരാണ്. ഈ സ്മാർട്ട് സെക്യൂരിറ്റി ഏജൻസിയിൽ നിന്നും അവിടേക്ക് ലുലു മാളിലേക്ക് ഹയർ ചെയ്തിരിക്കുന്ന ജീവനക്കാരാണ് ഈ 5 പേര്. 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതുപോലെ പ്രദേശവാസികൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മദ്യം കഴിച്ച ശേഷം ഉണ്ടായ ലഹരിയിൽ ആളുകൾക്ക് സമാധാനം നൽകാത്ത തരത്തിൽ ആ അപ്പാർട്ട്മെന്റിൽ ബഹളം വെച്ചതിനെ തുടർന്നാണ് ഇതിൽ കെയർ ടേക്കർ ഇന്റർഫിയർ ചെയ്യുന്നതും. അദ്ദേഹം തുടർന്ന് പോലീസിനെ വിളിക്കുകയായിരുന്നു. ആദ്യ ഒരു ഘട്ടത്തിൽ അവരുടേതായ രീതിയിൽ, അയൽക്കാരുടേതായ രീതിയിൽ തന്നെ അതിനെ ഒന്ന് ഒതുക്കി തീർക്കാനും ഈ കുട്ടികളെ സമാധാനിപ്പിക്കാനും ഒക്കെ അവർ ശ്രമിച്ചിരുന്നെങ്കിലും അത് നടന്നില്ല. അവരുടെ നേരെയും ഇങ്ങനെ ആക്രമണ സ്വഭാവത്തോടു കൂടിയാണ് അവർ പെരുമാറിയത് എന്നാണ് അറിയാൻ കഴിയുന്നത്. തുടർന്നാണ് പോലീസിനെ ഇത് നിയന്ത്രിക്കാൻ വേണ്ടിയാണ് വിളിച്ചത്. പക്ഷേ പോലീസിനോടും അവര് ഈ പറഞ്ഞതുപോലെ അങ്ങേയറ്റം റൂഡായും റാഷായും തന്നെ പെരുമാറുന്ന രീതിയാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം പോലീസിനെ കയ്യേറ്റം ചെയ്യുകയും പോലീസിന് അതായത് തൃക്കാക്കര CIക്ക് പരിക്കേറ്റതായിട്ടും റിപ്പോർട്ടുണ്ട്. ടോം, എന്തായാലും ഇതിന് മുൻപ് ഏതെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണോ, അതോ ഇങ്ങനെ ഈ ലഹരിയിൽ അല്ലെങ്കിൽ മദ്യത്തിൻ്റെ ലഹരിയിൽ നടത്തിയൊരു അഴിഞ്ഞാട്ടമായി മാത്രം ഇതിനെ കണ്ടാൽ മതിയോ? ഇതിന് മുൻപ് ഏതെങ്കിലും കേസുകളിൽ ഇവർ പിടിക്കപ്പെട്ടിട്ടുള്ളവരാണോ? പ്രത്യേകിച്ചും
പോലീസിൻ്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി. പോലീസ് ഉദ്യോഗസ്ഥന് നേരെയാണ് ആക്രമണമുണ്ടായത്. ഈ കേസിൻ്റെ സ്വഭാവം എത്രത്തോളം ഗൗരവമുള്ളതാണെന്ന് യുവാക്കൾക്ക് മനസ്സിലാക്കാത്തത് കൊണ്ടാണോ അതോ അവർ കഴിച്ച ലഹരിയാണോ, അവരുടെ ഉള്ളിൽ കിടന്ന ലഹരിയാണോ ഈ രീതിയിൽ പ്രശ്നങ്ങൾ കാരണമായത്? തീർച്ചയായിട്ടും ടോം, മദ്യലഹരിയിൽ തന്നെയാണ് ഇത്. നിരന്തരം ഈ അപ്പാർട്ട്മെന്റിൽ ഈ യുവാക്കൾ ബഹളമുണ്ടാക്കുകയും ഇത്തരത്തിൽ ആളുകൾക്ക് ശല്യമാവുകയും ചെയ്യുന്നു എന്ന് പരാതിയുണ്ട്. ഈ ഒരു, അതായത് പോലീസിനെ ആക്രമിക്കുന്ന തരത്തിലേക്ക് എത്തിയത് തന്നെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണല്ലോ. ആ ഒരു സാഹചര്യത്തിൽ തന്നെ എത്തിയിരിക്കുന്നത് തന്നെ അത്രയും റൂഡായി ഇവരോട് പെരുമാറുന്ന ഒരു തരത്തിലേക്ക് എത്തിയിരുന്നപ്പോൾ തന്നെ ആ അപ്പാർട്ട്മെന്റിൽ എന്തുമാത്രം പ്രശ്നം ഉണ്ടാക്കി എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത് ശല്യം സഹിക്കവയ്യാതെ തന്നെയാണ് ആൾക്കാർ, ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ ഇത് പരാതിപ്പെടുന്നതും തുടർന്ന് കെയർടേക്കർ ഇതിൽ ഇടപെട്ട് പോലീസിനെ വിളിച്ചു വരുത്തുന്നതും. ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ അവർ വീഡിയോ റെക്കോർഡ് ചെയ്യും, അവരുടെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ ഇങ്ങനെയാണ്, പോലീസ് സെർവന്റ് ആണ്, പബ്ലിക്കിന്റെ സെർവന്റ് ആണ് എന്നുള്ള തരത്തിലുള്ള ടോക്കുകളൊക്കെ വന്നെങ്കിലും പിന്നീട് അവരെ പിടികൂടാൻ ശ്രമിച്ചപ്പോഴാണ് അവരെ കയ്യേറ്റം ചെയ്തത്. അവരെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് പോലീസിനെ കയ്യേറ്റം ചെയ്തത്. തുടർന്നാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് അവരുടെ വൈദ്യപരിശോധനയ്ക്ക് ശേഷമാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും തുടർ നടപടികൾ ഉണ്ടാകും. ടോം സൂചിപ്പിച്ചതുപോലെ കൃത്യനിർവഹണം, ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ, അതുപോലെ ദേഹോപദ്രവം തുടങ്ങിയ വകുപ്പുകളൊക്കെ ചുമത്തിയായിരിക്കണം ഈ കേസിൽ നടപടികൾ ഉണ്ടാവുക. എന്തായാലും അതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. 5 യുവാക്കളാണ്. 5 യുവാക്കൾ എന്ന് പറയുമ്പോൾ അക്ഷയ്, ജിനീഷ്, അജ്മൽ, അൽത്താഫ്, ഷംസുദ്ദീൻ എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത്. ഇവര് ഈ ലുലുവിലെ തന്നെ സെക്യൂരിറ്റി ജീവനക്കാരാണ്, ലുലു മാളിൽ ജീവനക്കാരാണെന്ന് അവർ തന്നെ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. സ്മാർട്ട് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഏജൻസിയിൽ നിന്നും ലുലു ഹയർ ചെയ്തിട്ടുള്ള സെക്യൂരിറ്റി ജീവനക്കാരാണ് ഇവരെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കേട്ടോ. യെസ്, വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഇങ്ങനെയുള്ള ഗുണ്ടായിസം കാണിക്കുന്നവരെ, ലഹരി ഉപയോഗിച്ച് അഴിഞ്ഞാടുന്നവർക്കെതിരെ ശക്തമായ നടപടിയാണ് പോലീസ് സ്വീകരിക്കേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.